ഹായ്, ദിസ് ഇസ് ജി ബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി ബിസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കുന്നത്. വെൻ പീപ്പിൾ റിബൽ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. 1857 ആൻഡ് ആഫ്റ്റർ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് ആദ്യം കാണണം. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നിർത്തിയത് ഇവിടെയായിരുന്നു. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രൂ ദ ഐസ് ഓഫ് ദ പീപ്പിൾ. Through the eyes of the people, either to get a glimpse of what people were thinking those days about British rule. ബ്രിട്ടീഷ് റൂളിനെ കുറിച്ച്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തെക്കുറിച്ച്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെക്കുറിച്ച് ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ അവരെങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. There was soon excitement in every regiment. എല്ലാ റെജിമെൻറ്റിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെജിമെൻറ്റ്സിലെ ഇന്ത്യൻ പട്ടാളക്കാരുടെ ഓരോ റെജിമെൻറ്റിലും എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എതിർക്കാനുള്ള, അവരുടെ ഓഫീസേഴ്സിനെ എതിർക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചാണ് നമ്മളിതിൽ സംസാരിക്കുന്നത്. അനദർ അക്കൗണ്ട് വി ഹാവ് ഫ്രം ദോസ് ഡേയ്സ് ആർ ദ മെമ്മറീസ് ഓഫ് സുബേദാർ സീതാറാം പാണ്ഡെ. സുബേദാറായ സീതാറാം പാണ്ഡെയുടെ ഒരു സംഭവമാണ് ഓർമ്മയിലോട്ട് വരുന്നത്. സീതാറാം പാണ്ഡെ വാസ് റിക്രൂട്ടഡ് ഇൻ 1812. 1812 സീതാറാം പാണ്ഡെ സിപ്പായി ആയിട്ട്, പട്ടാളക്കാരനായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടു, ജോലിയിൽ പ്രവേശിച്ചു. ആസ് എ സിപ്പായി ഇൻ ദ ബംഗാൾ നേറ്റീവ് ആർമി. ബംഗാൾ നേറ്റീവ് ആർമിയിൽ ഒരു പട്ടാളക്കാരനായിട്ട് ജോയിൻ ചെയ്തു സീതാറാം പാണ്ഡെ. ഹി സെർവ്ഡ് ദി ഇംഗ്ലീഷ് ഫോർ 48 years. 48 വർഷത്തോളം അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തിൽ സർവീസ് ചെയ്തു. റിട്ടയർഡ് ഇൻ 1860. 1860 റിട്ടയർ ചെയ്തു. ഹി ഹെൽപ്ഡ് ബ്രിട്ടീഷ് ടു സപ്രസ് ദ റിബലിയൻ ദോ ഹിസ് സൺ വാസ് എ റിബൽ. അദ്ദേഹത്തിൻ്റെ മകൻ വരെ ഒരു വിപ്ലവകാരിയായിരുന്ന ആ റെബലിയൻ, ആ വിപ്ലവത്തെ സപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അടിച്ചമർത്താൻ വരെ ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് സഹായിച്ചിട്ടുണ്ട്. ആൻഡ് വാസ് കിൽഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഐസ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകനെ, വിപ്ലവകാരിയായ അദ്ദേഹത്തിൻ്റെ മകനെ ബ്രിട്ടീഷുകാർ കൊല്ലുക വരെ ചെയ്തിട്ടുണ്ട്. ഓൺ റിട്ടയർമെൻറ്റ് ഹി വാസ് പെർസ്വേഡഡ് ബൈ ഹിസ് കമാൻഡിങ് ഓഫീസർ നോർഗേറ്റ് ടു റൈറ്റ് ഹിസ് മെമ്മോയേഴ്സ്. അദ്ദേഹത്തിൻ്റെ മെമ്മോയേഴ്സ് അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പ് എഴുതാനായിട്ട് അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് ഓഫീസറായ നോർഗേറ്റ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിനോട് അടുത്തായപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഹി കംപ്ലീറ്റഡ് ദ റൈറ്റിംഗ് ഇൻ 1861 ഇൻ അവധ്. ആൻഡ് അവധിയിൽ 1861 അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മക്കുറിപ്പ് എഴുതി. നോർഗേറ്റ് ട്രാൻസ്ലേറ്റഡ് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. അവധിലെ ലാംഗ്വേജായ അവധി, അതിലാണ് അദ്ദേഹം എഴുതിയത്. പക്ഷേ നോർഗേറ്റ്, ഈ കമാൻഡിങ് ഓഫീസർ, അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആൻഡ് ഇറ്റ് പബ്ലിഷ് അണ്ടർ ദ ടൈറ്റിൽ ഫ്രം സിപ്പോയ് ടു സുബേദാർ. അപ്പോൾ ഒരു ടൈറ്റിൽ, ആ ബുക്കിൻ്റെ പേര് ഫ്രം സിപ്പോയ് ടു സുബേദാർ. സിപ്പായി ആയിട്ട് പട്ടാളക്കാരനായി കയറി സുബേദാർ വരെ എത്തിയ ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പേരിങ്ങനെയാക്കി, ഫ്രം സിപ്പോയ് ടു സുബേദാർ. ഹിയർ ഈസ് ആൻ excerpt from what സീതാറാം പാണ്ഡെ wrote. സീതാറാം പാണ്ഡെ എഴുതിയ കുറച്ച് വാക്കുകളിലെ, അതിൽ നിന്ന് എടുത്ത കുറച്ച് വാക്കുകളാണ്, കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് മൈ ഹംബിൾ ഒപ്പീനിയൻ ദാറ്റ് ദിസ് സീസിങ് ഓഫ് അവധിനെ പറയുന്നത്, സീസിങ് ഓഫ് അവധ് ഫിൽഡ് ദ മൈൻഡ്സ് ഓഫ് ദ സിപ്പായ്സ് വിത്ത് ഡിസ്ട്രസ്റ്റ് ആൻഡ് ലെഡ് ദം ടു പ്ലോട്ട് അഗെയിൻസ്റ്റ് ദി ഗവൺമെൻറ്. അപ്പോൾ അവധ് പിടിച്ചെടുത്തപ്പോൾ, ഈ ബ്രിട്ടീഷുകാർ അവധ് രാജ്യം പിടിച്ചെടുത്തപ്പോൾ ആ പട്ടാളക്കാരിൽ ഡിസ്ട്രസ്റ്റ് ഉണ്ടായി. ബ്രിട്ടീഷുകാരെ ട്രസ്റ്റ് ചെയ്തില്ല.
അതുപോലെ തന്നെ ടു ലെറ്റ് ദം ടു പ്ലോട്ട് അഗെയിൻസ്റ്റ് ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റായിട്ട് അവർക്ക് വിരുദ്ധമായി അവരുടെ ഓപ്പോസിറ്റായിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ വിപ്ലവം നയിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ഏജൻറ്റ്സ് ഓഫ് ദ നവാബ് ഓഫ് അവോധ് ആൻഡ് ഓൾസോ ദ കിങ് ഓഫ് ഡൽഹി വെർ സെൻറ്റ് ഓൾ ഓവർ ഇന്ത്യ ടു ഡിസ്കവർ ദ ടെമ്പർ ഓഫ് ദ ആർമി. അപ്പോൾ അവധിലെ നവാബിൻ്റെ ഏജൻസിനെയും അതുപോലെ തന്നെ കിങ് ഓഫ് ഡൽഹിയിലെ രാജാവിൻ്റെയും ഏജൻസിനെ വെർ സെൻറ്റ് ഓൾ ഓവർ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും വിട്ടു ടു ഡിസ്കവർ ദ ടെമ്പർ ഓഫ് ദ ആർമി. ആർമിയുടെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ട്. ദേ വർക്ക്ഡ് അപ്പോൺ ദ ഫീലിങ്സ് ഓഫ് സിപ്പായ്സ്, ടെല്ലിങ് ദം ഹൗ ട്രെച്ചറസ്ലി ദ ഫോറിനർ ഹാഡ് ബിഹേവ്ഡ് ടുവേർഡ്സ് ദെയർ കിങ്. അപ്പോൾ അവരുടെ ഈ രാജാക്കന്മാരുടെ ഏജൻസ് ഈ സിപ്പാഹികളുടെ അടുത്തെത്തി, ഈ പട്ടാളക്കാരുടെ അടുത്തെത്തി, എന്നിട്ട് ടെല്ലിങ് ദം അവരോട് പറഞ്ഞു ഹൗ ദ ഫോറിനേഴ്സ് ഹാവ് ബിഹേവ് ടുവേർഡ്സ് ദെയർ കിങ്. എത്ര മോശമായിട്ടാണ് ഈ ഫോറിനേഴ്സ് ബ്രിട്ടീഷുകാർ അവരുടെ രാജാക്കന്മാരോട് നവാബ്മാരോട് പെരുമാറിയതെന്ന് ഈ രാജാക്കന്മാരുടെ ഏജൻസ് ഈ പട്ടാളക്കാരിലോട്ട് എത്തിച്ചു. പട്ടാളക്കാരോട് പറഞ്ഞു. They invented 10,000 lies and promises to persuade the soldiers to mutiny and turn against their masters, the English. അപ്പോൾ ഏജൻസ്, ഈ രാജാക്കന്മാരുടെ ഏജൻസ്, അവർ ആയിരക്കണക്കിന് നുണകൾ പറഞ്ഞു, വാഗ്ദാനങ്ങൾ കൊടുത്തു, പ്രോമിസസ് കൊടുത്തു. എന്തിന്? ടു പെർsuade the soldiers to mutiny and turn against their masters, the English. ബ്രിട്ടീഷുകാരായ മാസ്റ്റേഴ്സിനെ, അവരുടെ ഓഫീസേഴ്സിനെ എഗെയിൻസ്റ്റായിട്ട്, അവർക്ക് എതിരായിട്ട് നിൽക്കാനും അവർ പറയുന്നത് അനുസരിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇന്ത്യൻ പട്ടാളക്കാരെ, ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിലുള്ള ഇന്ത്യൻ പട്ടാളക്കാരെ അവരോട് നുണ പറഞ്ഞു, അവർക്ക് ഫോൾസ് പ്രോമിസസ് കൊടുത്തു. വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് റിസ്റ്റോറിങ് ദ പവർ ഓഫ് ഡൽഹി ടു ദി ത്രോൺ. ഡൽഹിയിലെ രാജാക്കന്മാരുടെ വീണ്ടും പവറിലോട്ട്, അവരെ വീണ്ടും ഭരണത്തിലോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് ഫോൾസ് പ്രോമിസസ് കൊടുത്തു. ദേ മെയിൻറ്റെയിൻഡ് ദാറ്റ് ദിസ് വാസ് wholly within the army's power if the soldiers would only act together and do as they advised. അപ്പോൾ അതൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഡൽഹിയിലെ രാജാക്കന്മാർക്ക് ഡൽഹിയിലെ പവർ കിട്ടുന്നത് ഇതെല്ലാം ഇവർ പറഞ്ഞ പോലെ, ഇവർ അഡ്വൈസ് ചെയ്ത പോലെ എല്ലാ സോൾജിയേഴ്സും, എല്ലാ പട്ടാളക്കാരും ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റായിട്ട്, ബ്രിട്ടീഷുകാർക്ക് വിരുദ്ധമായിട്ട് അവർ പറയുന്നത് കേൾക്കാതെ അവർക്കെതിരായി വിപ്ലവം നടത്തിയാലേ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു അവരോട്. ഇത് ഇവിടെ ഫിഗർ 3 റിബൽ സിപ്പായ്സ് അറ്റ് മീററ്റ് അറ്റാക്ക് ഓഫീസേഴ്സ്. ഈ റിബൽ സിപ്പാഹി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ, വിപ്ലവകാരികളായ പട്ടാളക്കാർ മീററ്റിൽ അവരുടെ ഓഫീസർമാരെ, ബ്രിട്ടീഷുകാരുടെ ഓഫീസർമാരെ അറ്റാക്ക് ചെയ്യുന്നതും, എൻറ്റർ ദെയർ ഹോംസ്, അവരുടെ വീടുകളിലോട്ട് കയറുന്നതും, ആൻഡ് സെറ്റ് ഫയർ ടു ദ ബിൽഡിങ്ങുകൾ തീവയ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ചാൻസ്ഡ് ദാറ്റ് അബൌട്ട് ദിസ് ടൈം ദി സർക്കാർ സെൻറ്റ് പാർട്ടീസ് ഓഫ് മെൻ ഫ്രം ഈച്ച് റെജിമെൻറ്റ് ടു ഡിഫറെൻറ്റ് ഗാരിസൺസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ യൂസ് ഓഫ് ന്യൂ റൈഫിൾ. ആ സമയത്തായിരുന്നു സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ആൾക്കാരെ, ഓരോ റെജിമെൻറ്റിലെയും ആൾക്കാരെ ഗാരിസൺസിലോട്ട് പറഞ്ഞു വിട്ടിട്ട് എന്തിന്? ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ യൂസ് ഓഫ് ന്യൂ റൈഫിൾ. പുതിയ റൈഫിൾ വന്നിട്ടുണ്ട്, ആ റൈഫിളിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പട്ടാളക്കാരെ പഠിപ്പിക്കാനായിട്ട് ഓരോ റെജിമെൻറ്റിലോട്ടും ആൾക്കാരെ വിടുന്ന സമയമായിരുന്നു. അപ്പോൾ ദീസ് മെൻ പെർഫോംഡ് the new drill for some time until a report got about by some means or the other that the cartridges used for these new rifles were greased with the fat of cow and pigs. അപ്പോൾ ആ പുതിയ റൈഫിൾ അതിലെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്ത്യൻ പട്ടാളക്കാർ, ബ്രിട്ടീഷ് പട്ടാളത്തിലുള്ള ഇന്ത്യൻ പട്ടാളക്കാരും പുതിയ റൈഫിൾ എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ സം ടൈം.
പക്ഷേ ഒരു റിപ്പോർട്ട് കിട്ടിയവർക്ക് അബൌട്ട് സം മീൻസ്, ഏതോ വഴിയിലൂടെ എങ്ങനെയോ അവരുടെ കയ്യിൽ അവർക്ക് ഒരു റിപ്പോർട്ട് കിട്ടി. that the cartridges used in these new rifles were greased with fat of cows and pigs. അപ്പോൾ ഈ കാട്രിഡ്ജസ്, ഈ റൈഫിളിൽ ഉപയോഗിക്കുന്ന ഉണ്ടകൾ, അത് പശുക്കളുടെയും പന്നികളുടെയും ഫാറ്റിൽ ആണ് അതിനെ ഗ്രീസ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ മുക്കിയതാണ് അതിൻ്റെ ഗ്രീസ് എന്ന് പറയുന്നത്. ഈ പശുവിൻ്റെയും പന്നിയുടെയും ഒക്കെ ഫാറ്റാണ്, അതിൻ്റെ നെയ്യാണ് എന്ന് അവർക്ക് സൂചന കിട്ടി, ഈ ഇന്ത്യൻ പട്ടാളക്കാർക്ക്. ദ മെൻ ഫ്രം അവർ റെജിമെൻറ്റ് റോട്ട് ടു അതേഴ്സ് ഇൻ ദ റെജിമെൻറ്റ് ടെല്ലിങ് ദം അബൌട്ട് ദിസ്. അപ്പോൾ ഓരോ റെജിമെൻറ്റിലെ ആൾക്കാരും ഓരോ പട്ടാളക്കാരും മറ്റു റെജിമെൻറ്റിലെ പട്ടാളക്കാർക്ക് എഴുത്തെഴുതി ദാറ്റ് ദർ വാസ് സൂൺ എക്സൈറ്റ്മെൻറ്റ് ഇൻ എവറി റെജിമെൻറ്റ്. എല്ലാ റെജിമെൻറ്റിലും എക്സൈറ്റ്മെൻറ്റായി, അപ്രഹെൻഷൻസായി. Some men pointed out that in 40 years of service, nothing had ever been done by the സർക്കാർ to insult their religion. ചില പട്ടാളക്കാർ പറഞ്ഞു, ഒരുപാട് കാലങ്ങളായി ഞാൻ 40 ഈ വർഷം ബ്രിട്ടീഷ് ആർമിയിൽ സെർവ് ചെയ്തിട്ട് ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ റിലീജിയൻ ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടും ഒരു സംഭവവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബട്ട് ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ്, ദ സിപ്പായ്സ് മൈൻഡ്സ് ഹാഡ് ബീൻ ഇൻഫ്ലെയിംഡ് ബൈ ദ സീഷർ ഓഫ് അവധ്. ഈ അവധ് പിടിച്ചെടുത്ത ആ ഒരു കാരണത്താൽ ഈ സിപ്പായി അല്ലെങ്കിൽ പട്ടാളക്കാരുടെ മനസ്സ് കത്തി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ 40 വർഷ സർവീസിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന്. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് വെർ ക്വിക്ക് ടു പോയിൻ്റ് ഔട്ട് ദാറ്റ് ദ ഗ്രേറ്റ് എയിം ഓഫ് ദ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വാസ് ടു ടേൺ അസ് ഓൾ ഇൻ ടു ക്രിസ്ത്യൻസ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു പോയിന്റിലെത്തി ദാറ്റ് ദ ഗ്രേറ്റ് എയിം ഓഫ് ദ ഇംഗ്ലീഷിൻ്റെ ഒരു വലിയ എയിം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ മൊത്തം ക്രിസ്ത്യൻസായി മാറ്റുക. ആസ് ദേ ഹാഡ് ദെർഫോർ ഇൻട്രൊഡ്യൂസ് ദ കാട്രിഡ്ജ് ഇൻ ഓർഡർ ടു ബ്രിങ് ദിസ് അബൌട്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ കാട്രിഡ്ജ്, ഇങ്ങനെ ഒരു പുതിയ ബുള്ളറ്റ്, ഈ റൈഫിളും പുതിയ കാട്രിഡ്ജൊക്കെ കൊണ്ടുവന്നത്. അതുമല്ല, കാട്രിഡ്ജിൽ ഗ്രീസ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചത് ഈ പശുവിൻ്റെയും പന്നിയുടെയും നെയ്യുമാണ്. സിൻസ് ബോത്ത് മുഹമ്മദൻസ് പറഞ്ഞാൽ മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് വുഡ് ബി ഡിഫൈൽഡ് ബൈ യൂസിങ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ പശുക്കളുടെയും പന്നികളുടെയും ഫാറ്റ് ഇതവർ ഈ റിലീജിയൻസ് ഉപയോഗിക്കാത്തതാണ്, ഹിന്ദുസും മുസ്ലിംസും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവരുടെ റിലീജിയനിലില്ലാതാവും. അപ്പോൾ ഇവരെ എല്ലാവരെയും ക്രിസ്ത്യൻസായി മാറ്റാനാണെന്ന് ചില ആൾക്കാർ പറഞ്ഞുണ്ടാക്കി. കേണൽ സാഹിബ് വാസ് ഓഫ് ദ ഒപ്പീനിയൻ that the excitement which even he could not fail to see would pass off. അപ്പോൾ കേണൽ സാഹിബും വിചാരിച്ചു, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ഇതായിരുന്നു, ഇതെല്ലാം ഈ അപവാദങ്ങൾ ഇങ്ങനെയുള്ള ഇതെല്ലാം മാറിപ്പോവും, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ആസ് ഹി ഹാഡ് ഡൺ ബിഫോർ. ആൻഡ് ഹി റെക്കമെൻഡഡ് മീ ടു ഗോ ടു മൈ ഹോം. അപ്പോൾ അദ്ദേഹം എന്നെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. ഇതാണ് സീതാറാം പാണ്ഡെ ഫ്രം സിപ്പോയ് ടു സുബേദാർ എന്ന ആ കഥയിലെ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മക്കുറിപ്പിലെ ചില ഭാഗങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് ടെൻഷൻസ് ആൾക്കാരുടെ മനസ്സിലെന്തായിരുന്നു, ആ സമയത്തുള്ള ഇന്ത്യൻ പട്ടാളക്കാരുടെ മനസ്സിലെന്തായിരുന്നു, അതിനെക്കുറിച്ചായിരുന്നു ഈ പാർട്ടിൽ നമ്മൾ നോക്കിയത്. ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.